നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. പ്രമേഹത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ഇന്നത്തെ സവിശേഷമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇന്ന് ചായക്കടയിൽ ചെന്നാൽ ചായയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ്. എന്താണ് ഈ പ്രമേഹം? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുന്ന അവസ്ഥയാണ്. നമ്മളൊരു ലാബ് ടെസ്റ്റ് നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട് വെച്ച് ഇത് മനസ്സിലാക്കാം. സാധാരണ നിലയിൽ ആഹാരത്തിന് മുമ്പുള്ള ഷുഗർ അഥവാ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 മില്ലിഗ്രാം ഡെസിലിറ്ററിൽ താഴെ ആയിരിക്കണം. ഇത് 100 മുതൽ 125 വരെ ആണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്, അതായത് പ്രമേഹത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. എന്നാൽ ഇത് 126 മില്ലിഗ്രാം ഡെസിലിറ്ററിന്റെ മുകളിൽ പോയാൽ നിങ്ങൾ പ്രമേഹബാധിതനായി എന്ന് പറയും. അതുപോലെ 3 മാസത്തെ ശരാശരി കാണിക്കുന്ന HbA1c ടെസ്റ്റിൽ 5.7 മുതൽ 6.4% വരെ പ്രീ ഡയബറ്റിക് അവസ്ഥയും 6.5% മുകളിൽ പ്രമേഹവുമാണ്. പേടിക്കണ്ട, കൃത്യമായ ജീവിത ശൈലിയിലൂടെ ഇതിനെ നമുക്ക് മെരുക്കാം. ഇതാ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിന്തുടരുന്ന ശാസ്ത്രീയമായ മാർഗങ്ങൾ. തവിടുള്ള മട്ടയരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെള്ളച്ചോറിനോട് വിട പറഞ്ഞ് തവിട് കളയാത്ത മട്ട അരി ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിന് കൂടുതൽ നാരുകൾ ലഭിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാവധാനത്തിൽ മാത്രം വർദ്ധിക്കുകയും ചെയ്യും. ഭക്ഷണത്തിന് ശേഷം 20 മിനിറ്റ് നടക്കുന്നത് ശീലമാക്കുക. ഓരോ നേരത്തെ ഭക്ഷണത്തിന് ശേഷം 20 മിനിറ്റ് നേരം നടക്കുന്നത് പേശികൾ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഊർജമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. മധുരമുള്ള ശീതളപാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കടകളിൽ ലഭ്യമാകുന്ന സോഡ, കോള, ടിന്നടച്ച ജ്യൂസുകൾ എന്നിവയിൽ അമിതമായ പഞ്ചസാര അടങ്ങിയിട്ടുള്ളതിനാൽ അവ പ്രമേഹ രോഗികൾക്ക് അത്യന്തം അപകടകരമാണ്. ചായയിലെയും കാപ്പിയിലെയും മധുരം ഒഴിവാക്കുക. മലയാളികളുടെ ദിനചര്യ ഭാഗമായ ചായയിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കുന്നത് വഴി പ്രതിദിനം ശരീരത്തിലെത്തുന്ന കാലറിയുടെ അളവ് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് മുൻഗണന നൽകുക. ചീര, മറ്റ് ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അവ ദഹന പ്രക്രിയ സാവധാനത്തിലാക്കി ഷുഗർ നില നിയന്ത്രിക്കുന്നു. പതിവായി വ്യായാമം ചെയ്യുന്നത് ജീവിതചര്യയാക്കുക. ദിവസവും കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും വേഗത്തിൽ നടക്കുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുന്നത് ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ശരീരഭാരം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക. അമിതഭാരം കുറയ്ക്കുന്നത് കോശങ്ങളിലെ ഇൻസുലിൻ പ്രതിരോധം ഇല്ലാതാക്കാനും പ്രമേഹം എളുപ്പത്തിൽ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുക. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ആഴത്തിലുള്ള ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥ തെറ്റുകയും പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ശ്രമിക്കുക. അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുകയും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നില ഉയരാൻ കാരണമാവുകയും ചെയ്യുന്നു. ചെറിയ അളവിൽ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക. ഒറ്റയടിക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഭക്ഷണത്തെ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് ഇടവേളകളിൽ കഴിക്കുന്നത് പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു. പച്ചക്കറികൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഉച്ചഭക്ഷണ പ്ലേറ്റിന്റെ പകുതി ഭാഗവും വേവിച്ചതോ അല്ലാത്തതുമായ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കുന്നത് അന്നജത്തിന്റെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കും. തൈര് ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക. തൈരിലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ മെറ്റബോളിസം ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരീരം നിർജ്ജലീകരണത്തിലേക്ക് പോകാതെ നോക്കുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഇത്
രക്തത്തിലെ അമിതമായ പഞ്ചസാര മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. കപ്പയും മറ്റു കിഴങ്ങു വർഗ്ഗങ്ങളും പരിമിതപ്പെടുത്തുക. മലയാളികൾക്ക് പ്രിയപ്പെട്ട കപ്പ, കിഴങ്ങ് എന്നിവയിൽ ഉയർന്ന അളവിൽ അന്നജം അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ പ്രമേഹ രോഗികൾ മിതമായി മാത്രം ഉപയോഗിക്കുക. പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസ് നില സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും. അധികം പഴുക്കാത്ത പേരയ്ക്ക മിതമായി കഴിക്കാവുന്നതാണ്. പേരയ്ക്കയിൽ ധാരാളം നാരുകളും വൈറ്റമിൻ സിയും അടങ്ങിയുള്ളതിനാൽ പഞ്ചസാരയുടെ അളവ് കുറവായതിനാലും ഇത് പ്രമേഹ രോഗികൾക്ക് മികച്ചൊരു പഴമാണ്. മിതമായ അളവിൽ പപ്പായ ഉപയോഗിക്കുക. അധികം പഴുക്കാത്ത പപ്പായ ചെറിയ അളവിൽ കഴിക്കുന്നത് ദഹനത്തിനും പ്രമേഹ നിയന്ത്രണത്തിനും ഗുണകരമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. തണ്ണിമത്തൻ്റെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുക. തണ്ണിമത്തനിൽ ജലാംശം കൂടുതലാണെങ്കിലും അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉയർന്ന ആയതിനാൽ ഇത് രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അധികം പഴുക്കാത്ത മാമ്പഴം ചെറിയ അളവിൽ മാത്രം കഴിക്കുക. മാമ്പഴക്കാലത്ത് മാമ്പഴം കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെങ്കിലും അതിലെ ഉയർന്ന അളവിലുള്ള ഫ്രക്ടോസ് ഷുഗർ നിലതെറ്റിക്കാൻ കാരണമാകും. ഈന്തപ്പഴം പരിമിതമായ അളവിൽ മാത്രം കഴിക്കുക. ഈന്തപ്പഴത്തിൽ പ്രകൃതിദത്തമായ പഞ്ചസാര വളരെയധികം അടങ്ങിയിട്ടുള്ളതിനാൽ ദിവസവും 1-2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കണം. ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. തലേ ദിവസം വെള്ളത്തിൽ ഇട്ടുവെച്ച ഉലുവ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൈപ്പയ്ക്ക ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. കൈപ്പയ്ക്കയിലുള്ള സസ്യ ഹോർമോണുകൾ ഇൻസുലിന് സമാനമായി പ്രവർത്തിക്കാൻ കഴിവുള്ളതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുവാൻ ഫലപ്രദമാണ്. കറുവപ്പട്ട പൊടി ഭക്ഷണത്തിൽ ചേർക്കുക. ഭക്ഷണത്തിലോ ചായയിലോ അല്പം കറുവപ്പട്ട പൊടി ചേർക്കുന്നത് കോശങ്ങൾ ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്ന പ്രക്രിയയെ വേഗത്തിലാക്കാൻ സഹായിക്കും. മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കുക. മദ്യപാനം കരളിലെ ഗ്ലൂക്കോസ് നിയന്ത്രണ സംവിധാനത്തെ തകരാറിലാക്കുകയും അപകടകരമായ രീതിയിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറാവുക. പുകവലി പ്രമേഹ രോഗികളിൽ രക്തധമനികൾ കട്ടിയാക്കാനും ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. HbA1c പരിശോധന കൃത്യമായി നടത്തുക. ഓരോ 3 മാസം കൂടുമ്പോഴും HbA1c പരിശോധിക്കുന്നത് വഴി നിങ്ങളുടെ കഴിഞ്ഞ 90 ദിവസത്തെ ശരാശരി പ്രമേഹ നിയന്ത്രണം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കും. പാദങ്ങളുടെ ആരോഗ്യം ദിവസവും പരിശോധിക്കുക. പ്രമേഹ രോഗികളിൽ പാദങ്ങളിലെ സ്പർശനശേഷി കുറയാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ മുറിവുകളോ നിറവ്യത്യാസമോ ഉണ്ടോ എന്ന് നിത്യവും നിരീക്ഷിക്കേണ്ടതുണ്ട്. ശരിയായ പാദരക്ഷകൾ മാത്രം ധരിക്കുക. കാലുകൾക്ക് അമിതമായി മുറുക്കം നൽകാത്തതും മൃദുവായതുമായ പാദരക്ഷകൾ ധരിക്കുന്നത് പാദങ്ങളിൽ ഉണ്ടാക്കുന്ന വ്രണങ്ങളെ തടയാൻ സഹായിക്കും. കണ്ണുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക. പ്രമേഹം കണ്ണിന്റെ കാഴ്ച ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് പരിശോധന നടത്തുക. വൃക്കകളുടെ പ്രവർത്തനം വിലയിരുത്തുക. രക്തത്തിലെ പഞ്ചസാര വൃക്കകളെ ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ മൈക്രോ ആൽബുമിൻ പോലുള്ള പരിശോധനകൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. അമിതമായ ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അത് പ്രമേഹ രോഗികളിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വേഗത്തിലാക്കാൻ കാരണമാകുകയും ചെയ്യും. എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ നാട്ടിലെ ബജി, ബോണ്ട, വട തുടങ്ങിയ എണ്ണ പലഹാരങ്ങൾ ശരീരത്തിൽ കൊഴുപ്പ് വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മൈദ കൊണ്ടുള്ള വിഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പൊറോട്ടയും വെള്ള ബ്രെഡും ഉണ്ടാക്കുന്ന മൈദയിൽ നാരുകൾ തീരെ ഇല്ലാത്തതിനാൽ അവ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഓട്സ് കഞ്ഞി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓട്സിലുള്ള ബീറ്റ ഗ്ലൂക്കൻ എന്ന ഘടകം
ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും പഞ്ചസാരയുടെ ആഗിരണം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. മുട്ടയുടെ വെള്ള മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികളിൽ മുട്ടയുടെ മഞ്ഞക്കുരു പരിമിതപ്പെടുത്തി മുട്ടയുടെ വെള്ള കഴിക്കുന്നത് വഴി പ്രോട്ടീൻ സുരക്ഷിതമായി ശരീരത്തിലെത്തിക്കാം. ചെറിയ മീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മത്തി, അയല തുടങ്ങിയ ചെറിയ മീനുകളിലുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യത്തിന് മികച്ച സംരക്ഷണം നൽകുന്നു. റെഡ് മീറ്റ് ഉപയോഗം കുറയ്ക്കുക. ബീഫ്, മട്ടൺ തുടങ്ങിയ ചുവന്ന മാംസത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് ശരീരത്തിലെ അമിത കൊഴുപ്പും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ സഹായിക്കും. യോഗയും പ്രാണായാമവും ശീലമാക്കുക. ദിവസവും യോഗ ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും മാനസിക സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഷുഗർ നില പരിശോധിക്കുക. വീട്ടിൽ തന്നെ ഇടയ്ക്കിടെ ഷുഗർ പരിശോധിക്കുന്നു ഏത് ഭക്ഷണമാണ് നിങ്ങളുടെ ഷുഗർ നില വർദ്ധിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക. ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥയിലുണ്ടാകുന്ന വിറയൽ, തലകറക്കം, അമിതമായ വിയർപ്പ് എന്നിവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കയ്യിൽ എപ്പോഴും മധുരപലഹാരങ്ങൾ കരുതുക. ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന സാഹചര്യം നേരിടാൻ എപ്പോഴും കയ്യിൽ ഒരു മിഠായിയോ ഗ്ലൂക്കോസ് പൊടിയോ സൂക്ഷിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഡോക്ടർ കുറിച്ച് തന്ന പ്രമേഹ മരുന്നുകൾ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ മരുന്നുകൾ പരീക്ഷിക്കാതിരിക്കുക. ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിയും പ്രമേഹത്തിന്റെ തീവ്രതയും വ്യത്യസ്തമായതിനാൽ സ്വയം ചികിത്സ അപകടകരമാണ്. ഇൻസുലിൻ എടുക്കുന്ന രീതി ശാസ്ത്രീയമായി പഠിക്കുക. ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുന്നയാൾ അത് സൂക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചും കുത്തിവെക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. കഞ്ഞിവെള്ളത്തിൽ ഉയർന്ന അളവിൽ അലിഞ്ഞു ചേർന്ന അന്നജം അടങ്ങിയിട്ടുള്ളതിനാൽ അത് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് വർദ്ധിപ്പിക്കും. പകരം ചോറ് വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കുക. പയർവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുക. ചെറുപയർ പോലുള്ള ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിലെ പോഷക ഗുണം വർദ്ധിക്കുകയും അന്നജത്തിന്റെ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യുന്നു. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കുന്നത് ദഹന പ്രക്രിയ സുഖകരമാക്കാൻ സഹായിക്കും. സിട്രസ് ഫലങ്ങൾ മിതമായി കഴിക്കുക. നാരങ്ങ, ഓറഞ്ച് എന്നിവയുടെ ഉപയോഗം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അമിതമായ വിശപ്പിന് ശാസ്ത്രീയമായി നേരിടുക. ഭക്ഷണം കഴിഞ്ഞ ഉടൻ വിശപ്പ് തോന്നുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുകയോ നാരുകൾ അടങ്ങിയ സാലഡുകൾ കഴിക്കുകയോ ചെയ്യുക. ദന്തശുചിത്വം ഉറപ്പുവരുത്തുക. പ്രമേഹ രോഗികളിൽ മോണരോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ ദിവസവും 2 നേരം പല്ല് തേക്കുകയും വായ വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. പ്രകൃതിദത്ത മധുരങ്ങളും നിയന്ത്രിക്കുക. തേൻ, ശർക്കര എന്നിവ പ്രകൃതിദത്തമാണെങ്കിലും അവയിലും ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹ രോഗികൾ അവ ഒഴിവാക്കുന്നത് ഉചിതം. പ്രമേഹത്തെ നിശബ്ദഘാതകനെന്ന് തിരിച്ചറിയുക. തുടക്കത്തിൽ ലക്ഷണങ്ങൾ കാണിക്കാത്ത രോഗമായതിനാൽ കൃത്യമായ പരിശോധനകളിലൂടെ മാത്രമേ പ്രമേഹത്തെ പിടിച്ചു നിർത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക. കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കുടുംബത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് എളുപ്പമാക്കും. യാത്രകളിൽ മരുന്നും ഭക്ഷണവും കരുതുക. യാത്ര ചെയ്യുമ്പോൾ സമയക്രമം തെറ്റാൻ സാധ്യത ഉള്ളതിനാൽ കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം. സൂര്യപ്രകാശം ഏൽക്കുന്നത് ഗുണകരമാണ്. ശരീരത്തിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ഇൻസുലിൻ ഉൽപാദനത്തിന് സഹായിക്കുന്നതിനാൽ രാവിലെ അല്പനേരം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. നെല്ലിക്ക നീര് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. ബാർലി വെള്ളം കുടിക്കുന്നത് ശീലിക്കുക. ശരീരത്തിലെ
അമിതമായ വിഷാംശങ്ങളെ പുറന്തള്ളാനും പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും ബാർലി വെള്ളം സഹായിക്കും. മഞ്ഞളിന്റെ ഔഷധ ഗുണം പ്രയോജനപ്പെടുത്തുക. മഞ്ഞളിൽ അടങ്ങിയ കുർക്കുമിൻ എന്ന ഘടകം ശരീരത്തിലെ കോശങ്ങളുടെ വീക്കം കുറയ്ക്കുന്നതിനും ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. സെൽഫ് മോണിറ്ററിംഗ് ഡയറി സൂക്ഷിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും വ്യായാമവും ഷുഗർ നിലയും ഒരു ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഡോക്ടർക്ക് ചികിത്സ നിശ്ചയിക്കാൻ സഹായകരമാകും. ആത്മവിശ്വാസത്തോടെ പ്രമേഹത്തെ നേരിടുക. പ്രമേഹം ബാധിച്ചു എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് അച്ചടക്കമുള്ള ഒരു ജീവിത ശൈലിയുടെ പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കിയാൽ ഇൻസുലിനും മരുന്നുകളും കുറയ്ക്കുവാനും സജീവമായ ഒരു ജീവിതം നയിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. ആരോഗ്യകരമായ ഒരു നാളേക്കായി നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ബട്ടണുകൾ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.